വയോധികന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത സംഭവത്തിൽ നടപടികൾ വേഗത്തിലാക്കി പോലീസ്. രാസപരിശോധനാ ഫലം വേഗത്തിൽ കിട്ടാൻ ചെങ്ങന്നൂർ പോലീസ് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിന് കത്ത് നൽകി. 74-കാരനായ യേശുദാസിനെ സഹോദരൻ ഗബ്രിയേൽ കൊലപ്പെടുത്തിയെന്ന മരുമകളുടെ ആരോപണത്തെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ഇതിലെങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടികൾ? റോഷ്നി, സാധാരണഗതിയിൽ ഇത്തരം പരിശോധനാ ഫലമൊക്കെ തന്നെ രാസപരിശോധനാ ഫലം ലഭിക്കാൻ 1 മാസത്തിലേറെ സമയമെടുക്കുന്ന രീതിയാണുള്ളത്. പക്ഷേ ഈ സംഭവത്തിൽ ഇതിൽ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് വലിയ ദുരൂഹത ആരോപിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള പരാതി, ആ പരാതിയിൽ ചെങ്ങന്നൂർ പോലീസ് നൽകിയ റിപ്പോർട്ട് ഇതിനൊക്കെ തന്നെ നടപടി വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന, ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധന എന്നിവയ്ക്കായി ഈ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ നേരത്തെ തിരുവനന്തപുരത്ത് ലാബിലേക്ക് അയച്ചത്. പക്ഷേ 1 മാസത്തെ സാവകാശം എടുക്കുന്നത് കൊണ്ടാണ് അത് വേഗത്തിലാക്കണം. അത് 5 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ആദ്യഘട്ട പരിശോധനയുടെ പ്രാഥമിക വിവരം ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൊണ്ടാണ് അത് സംബന്ധിച്ച് പരിശോധനാ ഫലത്തിനായി പോലീസ് കത്ത് നൽകുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ, അതായത് കഴിഞ്ഞ മാസം 20-ം തീയതിയാണ് ഈ 74-കാരനായ യേശുദാസ് മരിക്കുന്നതും പിന്നെ 24-ാം തീയതി ശവമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ഈ മാസം 16-ാം തീയതിയാണ് കല്ലറയിൽ നിന്നും പുറത്തെടുത്ത് ഈ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ പ്രാഥമികമായി പുറത്ത്, അതായത് ശരീരത്തിന്റെ പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള പരിക്കുകളോ മറ്റു കാര്യങ്ങളോ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉയരുന്ന വലിയ സംശയം എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പോയിസൺ അകത്ത് ചെന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മരുന്നുകളുടെ ഡോസ് കൂട്ടിക്കൊടുത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടോ അടക്കമുള്ള സംശയമുണ്ട്. ഈ സംശയത്തിനെ ബലപ്പെടുത്താൻ ഈ രീതിയിലുള്ള പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ അത് കൊലപാതകത്തിനുള്ള സാധ്യതയിലേക്ക് പോലീസ് എത്താൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ സഹോദരൻ ഗബ്രിയേലിനെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാൻ അടക്കമുള്ള നടപടികളിലേക്ക് ചെങ്ങന്നൂർ പോലീസിന് കടക്കാൻ കഴിയൂ. അത്തരത്തിലുള്ള സാവകാശം, അതിനുള്ള സാവധാനം മറികടക്കാൻ വേണ്ടിയിട്ടാണ് അത് വേഗത്തിലാക്കാൻ വേണ്ടി രാസ ഫോറൻസിക് പരിശോധനാ ഫലം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ചെങ്ങന്നൂർ പോലീസ് ഇപ്പോഴാ കത്ത് നൽകിയിരിക്കുന്നത്. റോഷ്നി. ശരി, മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ.